കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജു സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇരുന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സാമ്പത്തിക ബാധ്യതകൾ അന്വേഷിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതായി കലാരാജുവിന്റെ സംഭാഷണത്തിലുണ്ട്. എനിക്ക് 10 ലക്ഷം 20 ലക്ഷം തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, ഒരു വാഗ്ദാനങ്ങളും ഇല്ല. ഒരു വാഗ്ദാനവും ഇല്ലാതെ ചുമ്മാ അവരുടെ വണ്ടിയെ കയറി അവർ ബാങ്കിന്റെ ഒക്കെ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം. ചെറിയൊരു വാക്കിന് ചേച്ചി പോകേണ്ട കാര്യമില്ല. അപ്പൊ എന്താന്ന് പറയട്ടെ, ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്തു നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചേച്ചി തീർച്ചയായിട്ടും അവരെക്കാളും കൂടുതൽ നമുക്ക് ചേച്ചി ഒരു ആരോട് 10 രൂപ ചോദിക്കുന്നില്ല, അങ്ങനെയൊന്നും ചോദിക്കില്ല. ഇങ്ങനെ ഒരു വാഗ്ദാനം നമുക്ക് ചേച്ചി അവരുടെ വണ്ടിയെ അതല്ല, ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മള് സമൂഹം ഞാൻ എന്റെ വീട്ടില് അമ്മ ഓപ്പറേഷൻ എടുക്കുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്ത ഇതൊക്കെ ആൾക്കാരുടെ സംശയത്തിന് അപ്പൊ ഇവിടുന്ന് ഒരു കോള് പറയരുത്. അത്ര ചേച്ചി ചേച്ചി ഒരു നിമിഷം ഈ ഒരു ചേച്ചി ചേച്ചി ഇന്നൊരു അവിശ്വാസ പ്രമേയത്തിന്റെ പേരിൽ ഒരാൾ അവർക്ക് വേണം. അതിനു വേണ്ടിയിട്ട് മാത്രം ചേച്ചി പറയുന്നില്ല, അല്ലാണ്ട് ചേച്ചിയോട് ആത്മാർത്ഥതയോ എനിക്ക് ചേച്ചിയെ വിലക്കെടുക്കുക ചെയ്തേ ഒന്നുമല്ല. അവരുടെ കൂടെ എത്രയോ വർഷമായിരുന്നു കൂടെ എത്ര വർഷമായിരുന്നു. ദൃശ്യങ്ങൾ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ചതെന്നാണ് കലാരാജുവിന്റെ പ്രതികരണം. അന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ അന്ന് ഒടുക്കി വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം ഒരു നേതാക്കന്മാര് കൂടി എന്തെങ്കിലും കാലം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അവർക്ക് അറിയത്തില്ല. അപ്പൊ അതിനൊക്കെ അവര് മറുപടി പറയുന്ന കേട്ടോ, എത്ര നീചമായിട്ടുള്ള മറുപടിയാ പറയുന്നത്. നമ്മളെ അത് ഭീഷണിപ്പെടുത്തി അവരെടുത്ത ക്ലിപ്പാണത്. അവിടെ ചെന്നിട്ട് മുടിക്ക് കുത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ പയ്യന്നില്ലേ, വിജയ് ലക്ഷ്മി എന്ന് പറഞ്ഞൊരു SFIയുടെ നേതാവാണ്. അവനാണ് വടിയായിട്ട് പുറകെ നിന്നിട്ട് പിള്ളേര് പുറത്തു വന്നപ്പോ എനിക്ക് പിള്ളേര് എവിടെയാണെന്ന് സേഫ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. കലാരാജുവിനെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് ആണെന്നും ആശുപത്രിയിൽ അവർ ബന്ധനസ്ഥയാണെന്നും CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ആരോപിച്ചു. ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നതെന്നും തട്ടിക്കൊണ്ടുപോയത് നാട്ടുകാർ കണ്ടതാണെന്നുമാണ് അനൂപ് ജേക്കബിന്റെ പ്രതികരണം. കലാരാജ് പോലീസ് സ്റ്റേഷൻ വന്നതിന് ശേഷം ആദ്യം പത്രക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിലെന്താ പറഞ്ഞത്? അതിൽ ഈ PB രതീഷിന്റെ പേര് പറഞ്ഞു, LC സെക്രട്ടറി ഫെബീഷിന്റെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം പേരാണ്. ബാക്കിയുള്ളതെല്ലാം ശരിക്കും ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇവരെ പ്ലാൻ ചെയ്തിരിക്കുക, ഇവരെ തലയിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ അവിടുത്തെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ ആൾ ഒരു വനിതയാണ്. ഈ വിജയ ശിവൻ എന്ന് പറഞ്ഞ വിജയ വനിതയാണ്. ആർക്കാണ് കോൺഗ്രസിന്റെ UDF ആരെല്ലാം കേസിൽ പ്രതിയാക്കണം, അവിടെ എല്ലാം പേര് വരും. ഞങ്ങൾ ഈ പറഞ്ഞ കേസിന്റെ ആര് തട്ടിക്കൊണ്ടുപോയതാണ്? അവരിപ്പോ കോൺഗ്രസ് കസ്റ്റഡിയിലാണ്. ആ കസ്റ്റഡി നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇവരെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ്. ബലമായ വാഹനത്തിൽ പിടിച്ചു കയറ്റിക്കൊണ്ടുപോയത് അവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടതാണ്, അവർ തന്നെ പറഞ്ഞതാണ്. ഇവർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയതെന്ന് അവർ തന്നെ വീണ്ടും കൂത്താട്ടുള്ള ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവര് മാധ്യമങ്ങളോട് പറഞ്ഞ വസ്തുതയുമാണ്. അവിടെ വെച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചുറ്റും ആൾക്കാർ നിന്ന് ഇവരൊക്കെ ഒരു രീതിയിലും സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ ഇവരെയും കൊണ്ട് പറയിപ്പിക്കുന്ന നിലയിലേക്ക് മാറിയതാണ്. ആ ദൃശ്യങ്ങളുടെ പൂർണ്ണമായ വസ്തുത പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. ആ ദൃശ്യങ്ങൾ എങ്ങനെ അവർ സംസാരിച്ചു, ആ ദൃശ്യങ്ങളുടെ യാഥാർത്ഥ്യമുണ്ട്, അതിനെക്കുറിച്ചുള്ള അത് പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ. ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒരാളെ കൊണ്ടുവന്നിരുത്തി അവരെ ചുറ്റും നിർത്തി സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കുന്നതിന് പരിമിതികളുണ്ടാവും. അവിടെ ഭീഷണിപ്പെടുത്തി അവരെയും കൊണ്ട് ഓരോ രീതിയിലുള്ള സംസാരം കൊണ്ടുവന്നാവാം. അത് ഇവിടെ ഇന്നലെ അസംബ്ലിയിൽ ഉൾപ്പെടെ വളരെ ഉത്തരവാദിത്തത്തോടെയാണ് ഞങ്ങളിത് ഉന്നയിച്ചത്. അവിടെ നടന്ന വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ട ദൃശ്യങ്ങളാണ്. ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചുറ്റും മനുഷ്യർ നിന്ന് അവർക്ക് പറയുന്നതിന് പരിമിതികളുണ്ടാവും. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവരോട് സംസാരിച്ചതാവാം. അതുകൊണ്ട് ആ ദൃശ്യങ്ങളുടെ വസ്തുതയും യാഥാർത്ഥ്യവും പൂർണ്ണമായും മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലിലേക്ക് കടക്കരുത്. കലാരാജുവിന്റെ രഹസ്യമൊഴി അല്പസമയത്തിനകം രേഖപ്പെടുത്തുകയും ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളും ആജ്ഞ രവീന്ദ്രനും ചേരുകയാണ്. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, ഭീഷണിപ്പെടുത്തിയെടുത്ത ദൃശ്യങ്ങൾ എന്നതാണ് അനൂപ് ജേക്കബ് പറയുന്നത്. പക്ഷേ സ്വാഭാവികമായ ഒരു സംസാരത്തിന്റെ ദൃശ്യങ്ങളായാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്.
തങ്ങൾ പറഞ്ഞതിനുള്ള ന്യായീകരണം എന്ന നിലയിലാണോ CPM ഈ ദൃശ്യങ്ങളെ അവതരിപ്പിക്കുന്നത്? എന്താണ് ഈ കലാരാജുവിൻ്റെതുൾപ്പെടെ ഈ വിഷയത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമുള്ള നിലപാട്? ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരും അവരുടേതായ വിശദീകരണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. പ്രധാനമായും തന്നെയും ഇതിൽ ദൃശ്യങ്ങളുടെ പ്രതിരോധത്തിലായത് കോൺഗ്രസും UDF-ഉമാണ് സ്വാഭാവികമായും. അതുകൊണ്ട് ഇവർ ഇതിൽ സംബന്ധിയായ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നേരത്തെ അനൂപ് ജേക്കബ് MLA മറ്റും പറഞ്ഞതുപോലെ തന്നെയാണിത്. ഈ ദൃശ്യങ്ങളുടെ ഒരു ആധികാരികത ഏത് സാഹചര്യത്തിൽ ചിത്രീകരിച്ചു എന്നതെല്ലാം തന്നെ പരിശോധിക്കണമെന്ന് പറയുന്നു. അത് തന്നെയാണ് നേരത്തെ കലാരാജു പ്രതികരിച്ചപ്പോഴുണ്ടായത്. അവർ പറഞ്ഞത് ഭീഷണിപ്പെടുത്തി തന്നെ കൊണ്ട് പറയിച്ചു എന്ന രീതിയിലാണ്. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി മൊഴിയിലും അതെല്ലാം തന്നെ പ്രതിഫലിച്ചേക്കാമെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ UDF പറയുന്നത് ഇവരെ തട്ടിക്കൊണ്ടു പോകുന്നതിനും എല്ലാം തന്നെ നിരവധി പേർ സാക്ഷികളാണ്. പലരെയും നോക്കി നിൽക്കെ തന്നെയാണ് ഇവരെ വലിച്ചഴിച്ച കാറിലേക്ക് കൊണ്ടുപോയതെന്ന് അവർ പറയുന്നുണ്ട്. പാർട്ടി ഓഫീസിലേക്ക് ചെന്നതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ ചിത്രീകരണവും മറ്റും നടന്നത്. അത് അവിടെ ഭീഷണിപ്പെടുത്തി പറയിച്ച കാര്യങ്ങൾ തന്നെയാണ് എന്നതാണ് UDF അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തത്. എന്നാൽ CPM പറയുന്നു ഇതിൽ തങ്ങൾ തുടക്കം മുതൽ ഉന്നയിച്ച കാര്യങ്ങളുടെ കൃത്യമായ ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നു, അല്ലെങ്കിൽ പുറത്തു വിട്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഇതിൽ ഒരു ഇടപാട് നടന്നിട്ടുണ്ട്. സാമ്പത്തികമായ ഒരു നേട്ടം തന്നെയാണ് ഇതിന് പിറകിലുള്ളത് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ ബാങ്ക് വായ്പ സംബന്ധിയായ കാര്യങ്ങളിൽ നേരത്തെ പാർട്ടിക്ക് തന്നെ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. അത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കൂടിയായ CN മോഹനും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. പാർട്ടിക്ക് ഇവർ ബാങ്ക് വായ്പ എടുത്തിരുന്നു. അതിനുശേഷം അതൊരു കുടിശ്ശികയിലേക്കും മറ്റും കാര്യങ്ങൾ പോകുന്നു. വലിയ രീതിയിലുള്ള ഒരു നടപടി നേരിടുന്ന സമയത്ത് ഇത് സംബന്ധിച്ച് പാർട്ടിക്ക് ചില കാര്യങ്ങൾ ഇവർ അറിയിച്ചിരുന്നു. അപ്പോൾ അതിൽ ഇടപെടുന്നതിൻ്റെ ഒരു കാലതാമസമുണ്ടായി. അതിൽ വളരെ വേഗത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇതൊരു സഹകരണ ബാങ്കും അതിൻ്റെ ചട്ടങ്ങളുടെ എല്ലാം തന്നെ നിർവചനത്തിൽ വരുന്നതാണ്. അപ്പോൾ അതിന് ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷെ അതിനുള്ളൊരു സാവകാശം ഇവർ കാണിച്ചില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് പകരം കോൺഗ്രസുമായുള്ള ഒരു ചങ്ങാതത്തിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഈ കണ്ടതെല്ലാമാണെന്നാണ് CPM ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. ശരി, ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുകയാണ്. ആജ്ഞ, രഹസ്യമൊഴി അല്പസമയത്തിനകം രേഖപ്പെടുത്തും എന്ന വിവരമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രഹസ്യമൊഴി നൽകുന്നതിൽ നിന്ന് വിട്ടുനിന്നിരുന്നത്. എന്താണ് കലാരാജുവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്? ഇന്ന് നേരിട്ടെത്തിയായിരിക്കുമോ രഹസ്യമൊഴി നൽകുക? 2:30 കലാരാജു കോലഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി നൽകാൻ എത്തിയിട്ടുണ്ട്. അല്പം മുൻപ് ജഡ്ജ് അവിടേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് രഹസ്യമൊഴിയുടെ നടപടിക്രമങ്ങൾ നടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ 2 ദിവസമായി രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴും ഇന്നലെ മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ വരെ കോലഞ്ചേരി വരെ, എറണാകുളത്ത് നിന്നും കോലഞ്ചേരി വരെ വരാനുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രഹസ്യമൊഴി നൽകാൻ ഇന്നലെ എത്തില്ല. അതേസമയം മജിസ്ട്രേറ്റ് അങ്ങോട്ടേക്ക് എത്തും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ കോടതി ക്രമങ്ങൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കേസുകളൊക്കെ തീരാനുള്ളത് കൊണ്ട് ഇന്നലെ മജിസ്ട്രേറ്റും എത്തില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയ ശേഷമാണ് ഇന്നത്തേക്ക് മാറ്റിവെക്കുന്നത്. ഇന്ന് ആംബുലൻസിൽ തന്നെയാണ് കലാരാജുവിനെ കൊച്ചിയിൽ നിന്നും എറണാകുളത്തെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നിന്നും ഇവിടേക്ക് കോലഞ്ചേരി 1ാം ക്ലാസ് സർക്യൂട്ട് കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും 2:30 ഈ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് 2:30 കോടതി വീണ്ടും പുനരാരംഭിച്ചപ്പോൾ തന്നെ കലാരാജുവിനെ രഹസ്യമൊഴിയെടുക്കാൻ കോടതി മുറിക്കുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും പൂർണ്ണമായിട്ടും ഈ കേസിൽ ഇനി എന്തൊക്കെ വെട്ടിരികളാണ് ഉണ്ടാകാനുള്ളത്, അതല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഇനി ചുമത്താനുള്ളത്, ആർക്കൊക്കെതിരെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനു ശേഷം ഉണ്ടാകും. എന്തായാലും എറണാകുളം DCC പ്രസിഡന്റും അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാവിനുമെതിരെ അടിമർത്തിക്കും മോഹൻ ശിവാസിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലത്തിൽ പോലീസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, പോലീസിനോട് അതിക്രമം കാണിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. അതിന്റെ പ്രതിഷേധവും കോൺഗ്രസ് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. എന്തായാലും തുടർ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഈ വെടിയെടുപ്പുമായി ബന്ധപ്പെട്ട് ഡാനിപ്പോളും ആജ്ഞ രവീന്ദ്രനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.